നിയുക്ത വിദ്യാഭ്യാസ വകുപ്പാണ് എന്ന് നമ്മൾ കരുതുന്നു. എൻ ഷംസുദ്ദീൻ നിയുക്ത മന്ത്രി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നമസ്കാരം എൻ ഷംസുദ്ദീൻ, വെരി ഗുഡ് മോർണിംഗ്, കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. താങ്ക് യു. മുഖ്യമന്ത്രി പറയുന്ന പോലെ അപ്പൊ തുടങ്ങുകയല്ലേ അല്ലേ? മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോഴേ എത്രയെത്ര പോരാട്ടങ്ങൾ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ. അതെ അതെ, ഞങ്ങളൊക്കെ പിന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ പോരാട്ടവും ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് ഈ രാഷ്ട്രീയ പൊതുരംഗത്തെ വഴികൾ താണ്ടി കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ പാർട്ടി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം ഒരു നിയമസഭാ അംഗം എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചുമതല തന്നിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ശ്രീ എൻ ഷംസുദ്ദീൻ, ഈ 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നപ്പോഴും അങ്ങ് അധികാരമില്ലാത്തൊരു MLA ആയിരുന്നു. പക്ഷേ അപ്പോഴും ജനഹൃദയങ്ങളിൽ താങ്കൾ ഉണ്ടായിരുന്നു. 10 വർഷത്തിന് ശേഷം മന്ത്രിയായിട്ട് വരാൻ പോവുകയാണ്. ഈ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച് തുടങ്ങുന്ന സമയം മുതലേ സ്വപ്നം കണ്ടിരുന്നൊരു ഉത്തരവാദിത്വമായിരിക്കുമല്ലോ അല്ലേ മന്ത്രി? ഇപ്പോൾ ഒരു നിമിഷം ഞാൻ ഷംസുദ്ദീൻ, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത് നിയുക്ത മുഖ്യമന്ത്രി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇത് ഏറെക്കാലത്തെ ഒരു സ്വപ്നം കൂടിയല്ലേ ശ്രീ എൻ ഷംസുദ്ദീൻ? അല്ല, നമ്മളങ്ങനെ പദവികൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്തുള്ള ആളുകൾക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ചുമതലകൾ, പദവി എന്നതിനപ്പുറം ചുമതലകൾ, ഇപ്പോൾ ഒരു മന്ത്രിമാരുടെ ചുമതലകൾ, അതുപോലുള്ള ജനപ്രതിനിധികളുടെ ചുമതലകളൊക്കെ കാണുമ്പോൾ നമുക്കതിനോടൊരു താല്പര്യം ഉണ്ടാവും. അല്ലാതെ വളരെ കൃത്യമായി അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും പൊതുരംഗത്ത് കടന്നു പോകാൻ കഴിയില്ലോ. എല്ലാം ഓരോ സന്ദർഭത്തിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ 4ാമത്തെ തവണയും ജനപ്രതിനിധിയാകാൻ സാധിച്ചു. UDFന് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ആ സമയത്ത് പാർട്ടി ഉള്ള കൂട്ടത്തിൽ ആരൊക്കെ പരിഗണിക്കണം എന്ന് വന്നപ്പോൾ നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ടാകാം. മറ്റ് പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഒരു പരിഗണന ലഭിച്ചു, ഒരു അവസരം ലഭിച്ചു. എൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മളൊക്കെ വിശ്വാസികളാണ്. ദൈവം ഓരോരുത്തർക്കുള്ള ഓരോ നിയോഗം എന്നതുപോലെ കണക്കാക്കി വെച്ചതാണ്. ഓക്കെ, ശ്രീ എൻ ഷംസുദ്ദീൻ, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ ആ വേദിയിൽ ഉണ്ടാകണം എന്ന് ശ്രീ ഷംസുദ്ദീൻ ആഗ്രഹിച്ച വ്യക്തികളോ ഒക്കെ ഉണ്ടാവില്ലേ? ഈ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ള മനുഷ്യർ, ഈ പദത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് സ്പിരിറ്റായിട്ട് പ്രചോദനമായി നിന്ന മനുഷ്യർ ഉണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അതൊരു സങ്കടമാണ് അല്ലേ? ഈ സന്തോഷ നിമിഷത്തിലും അങ്ങനെ. അതെ അതെ, എനിക്ക് തോന്നുന്നത് ഈ പലതും ശ്രീ ഷംസുദ്ദീൻ ജീവിതത്തിലേക്ക് വന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആകസ്മികമായിട്ടാണ് എന്ന് പറഞ്ഞു. 4 വർഷം 4ാമത്തെ തവണയും ജനപ്രതിനിധിയാവുക എന്ന് പറയുമ്പോൾ അങ്ങനെ താലത്തിൽ വെച്ചൊന്നും ആരും കൊണ്ടു തന്നിട്ടില്ല അല്ലേ ഷംസുദ്ദീൻ, ഈ ജനങ്ങളുടെ സ്നേഹമല്ലാതെ? അല്ല, തീർച്ചയായും നമ്മളതിനു വേണ്ടി നമുക്ക് കിട്ടുന്ന ചുമതലകൾ അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടിയും നമ്മൾ നിർവഹിക്കുമ്പോൾ ഈ രംഗത്ത് പൊതുരംഗമാണല്ലോ, ജനങ്ങളുടെ നല്ല പിന്തുണ ഉണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന് തന്നെയാണ് ഇത്തരം ചുമതലകൾ നമ്മളിലേക്ക് വരുന്നത്. ഈ സ്വാഭാവികമായിട്ടും ഞാൻ വിദ്യാഭ്യാസ വകുപ്പാണെന്നാണ് കരുതുന്നത്. എനിക്കറിയാം അങ്ങേക്ക് ഇത് പറയുന്നതിന് പരിമിതിയുണ്ടെന്നറിയാം. എങ്കിൽ പോലും അപ്പോൾ ഏത് വകുപ്പാണെങ്കിലും തൊട്ടാൽ പൊള്ളുന്ന വകുപ്പുകൾ പലതുണ്ട്. ഏത് നിമിഷവും വിവാദം വന്ന് വീഴാവുന്ന വകുപ്പുകളുണ്ട്. പിന്നെ അത്യന്തം ശ്രദ്ധ വേണ്ടതുണ്ട്. പിന്നെ ഞാൻ പറയായിരുന്നു, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്താൽ എന്താ കുഴപ്പം എന്നുള്ളത് ഉള്ള മറുപടി കൂടിയായിരിക്കും എൻ ഷംസുദ്ദീൻ്റെ കാലം എന്ന് ഞാൻ ഇന്നലെ പറയായിരുന്നു. അല്ല, തീർച്ചയായും നമ്മൾ പിന്നെ ലീഗ് ഈ രംഗത്ത് ഭരണരംഗത്ത് ഒരുപാട് പാരമ്പര്യമുള്ള പാർട്ടിയാണല്ലോ. ഒരുപാട് നല്ല ഭരണകർത്താക്കൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ എല്ലാവരുടെയും അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ശരിക്കും ലീഗ് മന്ത്രിമാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മതേതര വിദ്യാഭ്യാസം ജനകീയമാക്കുകയാണ് സത്യത്തിൽ അവരൊക്കെ നിർവഹിച്ചത്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എല്ലാവരുടെയും സംഭാവനകൾ അതിലുണ്ട്.
കേരളത്തിലാവുമ്പോൾ LDFും UDF മാറി മാറി വന്നപ്പോൾ അവരുടെയൊക്കെ സംഭാവനകളാണ് ഞാൻ ഈ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയുടെ അഭിവൃദ്ധിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരവസ്ഥയ്ക്കും കേരളത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ആ ഒരു പാതയിലായിരിക്കും ഏത് ചുമതലയായാലും. നിങ്ങൾ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഒരു മന്ത്രിക്ക് ചുമതല ഇന്നതാണെന്ന് പറഞ്ഞ് ഉത്തരവ് ഇറക്കുന്നത് വരെ നമ്മുടെ ചുമതല അറിയില്ല. അപ്പോൾ ഏത് വകുപ്പാണെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ചില സൂചനകളുണ്ട്. ഏതായിരുന്നാലും ആ വകുപ്പുകൾ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ജനങ്ങളുമായി സംവദിക്കാനുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയകളാണ്. നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു ശ്രീ ഷംസുദ്ദീൻ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമാവട്ടെ ഒരു പുതിയ തുടക്കം. താങ്ക് യു. ശ്രീ എൻ ഷംസുദ്ദീനാണ് നമുക്കൊപ്പം ചേർന്നത്, നിയുക്ത മന്ത്രി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മന്ത്രിമാരെല്ലാവരും ഏകദേശം മിക്കവാറും മന്ത്രിമാരൊക്കെ നമ്മളുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞു.